എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബ്ലാക്ക് നിക്കാനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിൽ ബ്ലാക്ക് നിക്കാൻ റിവീൽ ആയിട്ടുണ്ടെങ്കിലും അത് വെറും ഒരു ഇല്യൂഷൻ ആണെങ്കിൽ കൂടി അതിൻ്റെ പിറകിൽ ചില രഹസ്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് ചില തിയറീസ് വരുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണാം. അതിന് മുമ്പിട്ടൊരു കാര്യം, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ടാർഗറ്റ്സ് ഒക്കെ വെക്കുന്നുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാമല്ലോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ടാർഗറ്റ് എന്ന് പറയുന്നത് 200 ലൈക്ക്, അതുപോലെ തന്നെ ഒരു 50 സബ്സ്ക്രൈബ് ഈ വീഡിയോയിൽ നിന്ന് മാത്രം കിട്ടണം. അത് നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് നോക്കാം. കാരണം നമ്മുടെ ചാനൽ ഇപ്പോൾ 5K സബ്സ്ക്രൈബ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ 5Kയിൽ എത്താൻ പറ്റും. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ അധികം പറയുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് തുടങ്ങിയ ഈ ചാപ്റ്ററിലാണ് നമ്മൾ ബ്ലാക്ക് നിക്കാൻ ആദ്യമായിട്ട് കാണിക്കുന്നത്. പക്ഷേങ്കിൽ അത് നമുക്കറിയാം, അത് കുട്ടികൾക്ക് കാണിച്ചിരിക്കുന്ന വെറും ഒരു ഇല്യൂഷൻ മാത്രമാണ്. പക്ഷേ എന്നാലും പല തിയറീസും ഇപ്പം ബ്ലാക്ക് നിക്കാനെ പറ്റി വരുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ബ്ലാക്ക് നിക്ക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു പക്ഷേ ഭാവിയിൽ നമ്മുടെ ലൂഫിയുടെ കൺട്രോൾ പോകാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ ലൂഫി ഗിയർ 5 യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൂഫിയുടെ ഫോം ഒരു ടെറിഫയിങ് ആയിട്ടുള്ള രീതിയിൽ കാണിക്കുന്നത് നമുക്ക് കാണാം, ഒരു ഈവിൽ ക്യാരക്ടറിനെ പോലെ. നമ്മൾ ലൂച്ചിയോടുള്ള ഫൈറ്റിലും അതുപോലെ തന്നെ നമ്മുടെ കൈഡോയുടെ ഫൈറ്റിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ഭാവിയിൽ നമ്മുടെ ലൂഫിയുടെ കൺട്രോൾ പോകാൻ ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ ഇതായിരിക്കും വേണമെങ്കിൽ നമ്മുടെ ഓട നമ്മുടെ ഈ ബ്ലാക്ക് നിക്കാനെ കാണിച്ചിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. പിന്നെയുള്ള തിയറി എന്ന് പറയുന്നത്, നമ്മുടെ ഈ ബ്ലാക്ക് നിക്ക റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്ലാക്ക് ബീഡിനെ ആയിരിക്കും. നമുക്കറിയാം, ബ്ലാക്ക് ബീഡിൻ്റെ ഡെവിൽ ഫ്രൂട്ട് ഡാർക്ക് ഫ്രൂട്ടാണ്. ഒരു പക്ഷേ ആ ഡെവിൽ ഫ്രൂട്ട് ശരിക്കും നമ്മുടെ മൂൺ ഗോഡ് ഫ്രൂട്ട് ആകാൻ ചാൻസ് ഉണ്ട്. ഈ തിയറി സത്യമാകുകയാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ബീഡിന് നമ്മുടെ മൂൺ ഗോഡിൻ്റെ പവർ ആയിരിക്കും ഉണ്ടാകുക, നമ്മുടെ ലൂഫിക്ക് സൺ ഗോഡിൻ്റെ പവർ ഉള്ളതുപോലെ. ഒരു പക്ഷേ ഈ തിയറി സത്യമാകാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ബ്ലാക്ക് ബീഡ് എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ ലൂഫിയുടെ എക്സാക്റ്റ് ഓപ്പോസിറ്റാണ്. അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ബ്ലാക്ക് ബീഡിന് ലൂഫിക്കുള്ളത് പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഫോം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ അങ്ങനത്തെ ഫോമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ഡെവിൽ ഫ്രൂട്ട് വേണമെങ്കിൽ നമ്മുടെ ലൂഫിയുടെ ഡെവിൽ ഫ്രൂട്ടിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആകാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും ഫ്യൂച്ചറിൽ നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ നല്ല രീതിക്കുള്ളൊരു പവറപ്പ് നമുക്ക് കാണാൻ കഴിയും. കാരണം നമ്മുടെ ലൂഫി ഗിയർ 5 അച്ചീവ് ചെയ്തപ്പോൾ ഏത് രീതിക്കുള്ള പവർഫാണോ നമ്മുടെ ലൂഫിക്ക് കിട്ടിയത്, അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ബീഡിന് നല്ല രീതിക്കുള്ള ഒരു പവറപ്പ് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ഈ ട്രിമ്മർ ഫ്രൂട്ട് എത്രമാത്രം പവർഫുൾ ആണെന്ന്. അപ്പോൾ ഈ ഡാർക്ക് ഫ്രൂട്ടിന് ഒരു പവർഫുൾ കൂടെ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ എവേക്കൻ കൂടെ ആകുകയാണെങ്കിൽ എത്രമാത്രം പവർഫുള്ളായി നമ്മുടെ ബ്ലാക്ക് ബീഡ് മാറുന്നുള്ളത് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ നമ്മുടെ ഓട ഈ ചാപ്റ്ററിലൂടെ നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ത്രെഡിനെ കുറിച്ചായിരിക്കും നമുക്ക് ഈ ചാപ്റ്ററിലൂടെ കാണിച്ചു തന്നിരിക്കുന്നത്. എന്തായാലും ഈ രണ്ട് തിയറീസിൽ ഏതെങ്കിലും ഒരു തിയറി സത്യമാണെങ്കിൽ അത് സ്റ്റോറിയിൽ വലിയ രീതിക്കുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ ഈ രണ്ട് തിയറീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്ന നമ്മുടെ 200 ലൈക്ക് എന്ന ടാർഗറ്റ്, അതുപോലെ തന്നെ 50 സബ്സ്ക്രൈബേഴ്സും, ഇത് നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ എന്നിട്ട് അടുത്ത വീഡിയോയിൽ നിങ്ങൾ ഈ ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒരു സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.